ചങ്ങായിമാരെ ഗുരുവായൂർ പിടിക്കാൻ വേണ്ടി നമ്മൾ BJP-ക്കാർ ഇറക്കിയ തുരുപ്പ് ചീട്ടില്ലേ, തുരുപ്പ് ചീട്ടില്ല തുരുമ്പ് ചീട്ട്, നമ്മൾ ഒട്ടകം ഗോപാലട്ടെ മൂപ്പർ പറഞ്ഞ പച്ച വർഗീയത നിങ്ങളെല്ലാം കേട്ടാണല്ലോ. ഗുരുവായൂരിനെ രക്ഷിക്കാൻ വേണ്ടിയും അത് മാത്രമല്ല ഗുരുവായൂരപ്പനെ രക്ഷിക്കാൻ വേണ്ടിയും നമ്മൾ ഈ ഒട്ടകം ഗോപാലനെ വിജയിപ്പിക്കണമെന്നാണ് മൂപ്പർ പറഞ്ഞത്. ഈ ചങ്ങായിനുണ്ടല്ല ഇനി നമ്മൾ ഒട്ടകം ഗോപാല എന്ന് വിളിച്ചാണ്ടല്ല ഒട്ടകത്തിന് വരെ ദേഷ്യം വരും കേട്ടാ. എന്തിന് കഴുതിയില്ലേ, കഴുതക്ക് വരെ ദേഷ്യം വരും. കാരണം കഴുതക്ക് പോലും ഉണ്ടല്ല ഇയാളെക്കാളും ബുദ്ധിയുണ്ട്. അതുകൊണ്ട് നമുക്കിനി ഇയാളുണ്ടല്ല ഒട്ടകം ഗോപാലൻ എന്നല്ല വിളിക്കേണ്ടത്, ഡാൻസർ ഗോപാലൻ എന്ന് വിളിക്കാം. ഈ ചങ്ങായിന്റെ വർത്താനം കേൾക്കുമ്പോൾ എനിക്കതാ തോന്നറിയാം, നിയമസഭയിലേക്കല്ല തെരഞ്ഞെടുപ്പ്, ഇതുണ്ടല്ല ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് എന്നാണ് ഈ ചങ്ങായിന്റെ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. നമുക്കെന്താ നമ്മൾ ഒട്ടകം ഗോപാലൻ നമ്മുടെ ഡാൻസർ ഗോപാലൻ പറഞ്ഞ ആ വർഗീയതയും ആ പൊട്ടത്തരം ഒന്ന് കേട്ടിട്ട് വന്നാലോ. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? നമസ്കാരം. കൊടുങ്ങല്ലൂരമ്മയുടെ നടയിൽ നിന്ന് ഗുരുവായൂരപ്പന്റെ നടയിലേക്കുള്ള എന്റെ ഈ വരവ് ഭഗവാൻ ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഈ ഗുരുവായൂരപ്പന്റെ മണ്ണ് അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും കൈകളിലാണ്. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? അരനൂറ്റാണ്ട് കാലത്തെ അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും തടവറയിൽ നിന്നോ ഈ ഗുരുവായൂരപ്പന്റെ മണ്ണിനെ മോചിപ്പിക്കാനാണ് എന്നെ ഗുരുവായൂരപ്പൻ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം. നമസ്കാരം. മിസ്റ്റർ ഡാൻസർ ഗോപാലൻ, നിങ്ങളുണ്ട് ഇടക്കിടക്ക് ഹിന്ദു എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളില്ലേ നമ്മളപ്പോഴത്തെ ഹിന്ദുക്കളെ ഉണ്ടല്ല നാണം കെടുത്തല്ല കേട്ടാ. ഈ ചങ്ങായിന ഗുരുവായൂരപ്പനല്ലേ, ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാ പോലും ഗുരുവായൂർ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത്. എല്ലപ്പ ഗുരുവായൂരപ്പനല്ല ഇപ്പൊ ഇലക്ഷന് സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുക്കാനും തുടങ്ങിയ. അതെന്താണുണ്ടല്ലോ നമുക്കൊരു പുതിയ അറിവാട്ടാ. ഇങ്ങനെ ഗുരുവായൂരപ്പൻ ഒരാൾക്ക് സീറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാരാണ് സീറ്റ് കിട്ടാത്തതിന് പാർട്ടി മാറിപ്പോയിട്ടുള്ളത്. അവർക്കൊക്കെ എന്തിനാണ് പാർട്ടി മാറേണ്ട ആവശ്യം? നേരെ ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് വന്നാൽ പോരെ. ഗുരുവായൂരപ്പനുണ്ടല്ല അവർക്കൊക്കെ സീറ്റ് കൊടുക്കൂലേ. എല്ലാം മിസ്റ്റർ ഒട്ടകം ഗോപാലൻ, ഡാൻസർ ഗോപാലൻ, നിങ്ങൾ എന്ത് മണ്ടത്തരും എന്ത് വിഡ്ഢിത്തരും എന്ത് വർഗീയതയെന്ന് പറയുന്നത്. സത്യത്തില് നമ്മുടെ ഡാൻസർ ഗോപാലൻ ഗുരുവായൂരെത്തിയത് എങ്ങനെയാന്ന് നിങ്ങൾക്കെല്ലാം അറിയോ? ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ പിന്നിലുണ്ടല്ല ഒരു ഗുരുവായൂരപ്പനല്ല, ഇതിന്റെ പിന്നിൽ നമ്മുടെ ചന്ദ്രശേഖരനില്ലേ, രാജീവ് ചന്ദ്രശേഖരൻ മുതലാളിയാണ്. നമ്മുടെ ഡാൻസർ ഗോപാലനുണ്ടല്ല കൊടുങ്ങല്ലൂർ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ഭയങ്കരമായ മോഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളി ആ സീറ്റ് ഉണ്ടല്ല BDJS ഇല്ലേ നമ്മുടെ വെള്ളാപ്പള്ളിന്റെ മോനില്ലേ മൂപ്പർക്ക് കൊടുത്ത്. അതോടുകൂടി സീറ്റ് കിട്ടാതെ പെരുവയിലായ നമ്മുടെ ഡാൻസർ ഗോപാലൻ ആകെ പെട്ടുപോയി. അതോടുകൂടി നമ്മുടെ ഗോപാലന്റെ സ്വപ്നങ്ങളുണ്ടല്ല എല്ലാം ചിറകുടിഞ്ഞ സ്വപ്നങ്ങളായി. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഗോപാലാട്ടിന് ഒരു കാര്യം മനസ്സിലായി, ഈ ഇലക്ഷനും മറ്റ് സ്ഥാനാർത്ഥികളുടെ കലാശക്കൊട്ടില്ലേ ആ കലാശക്കൊട്ടിന് ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രമാകും നമ്മുടെ ഗോപാലാട്ടിന്റെ ജീവിതമെന്ന് നമ്മുടെ ഡാൻസർ ഗോപാലാട്ടിന് അതോടെ മനസ്സിലായി. പിന്നെ നമ്മളെ ഗോപാലാട്ടിനല്ല ഗഡം ബലം നോക്കില്ല, നേരെ പോയി ചന്ദ്രശേഖരൻ മുതലാളിയുടെ കാക്കിട്ടില്ല ഒരൊറ്റ വീഴല്. എന്നിട്ട് പറഞ്ഞ് ചന്ദ്രശേഖരൻ മുതലാളി എനിക്ക് എവിടെയെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും ഏത് മുക്കിലോ ഏത് മൂലയിലോ എവിടെയായാലും കുഴപ്പമില്ല, എനിക്കൊരു സീറ്റ് കിട്ടിയാലേ ഞാൻ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്രശേഖരൻ മുതലാളിയുടെ കാല് പിടിച്ച് പൊട്ടിക്കരഞ്ഞ നമ്മുടെ ഗോപാലിനോട് ചന്ദ്രശേഖരൻ മുതലാളിക്ക് ഒരു കനിവ് തോന്നി. ചന്ദ്രശേഖരൻ മുതലാളി പറഞ്ഞു, നീ എവിടെ മത്സരിച്ചാലും നോക്കും. അതിപ്പോ ചന്ദ്രശേഖരൻ മുതലാളി ഇവൻ മാത്രമല്ല, നിങ്ങളൊക്കെ BJP-ക്കാർ എവിടെയൊക്കെ മത്സരിക്കുന്നുണ്ടോ എല്ലാരും തോക്കും, അത് വേറെ കാര്യം. അതുകൊണ്ട് നമ്മൾ ഒട്ടകം ഗോപാലാട്ടിനെ BJP-ക്കാർ മത്സരിച്ചെങ്കിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത ഗുരുവായൂരേക്ക് നമ്മുടെ മുതലാളി ഉണ്ടല്ല ചന്ദ്രശേഖരൻ മുതലാളി തട്ടി എങ്ങനെ വിട്ട്. അങ്ങനെയാണ് നമ്മൾ ഒട്ടകം ഗോപാലട്ടൻ ഡാൻസർ ഗോപാലട്ടൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂരേക്ക് എത്തിയത്. അല്ലാതെ ഒരു ഗുരുവായൂരപ്പനും നമ്മൾ ഒട്ടകം ഗോപാലട്ടൻ വിളിച്ചിട്ടില്ല. അതായത് നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളിയുടെ ബലിയാടാണ് ഡാൻസർ ഗോപാലൻ എന്ന ഒട്ടകം ഗോപാലൻ. അങ്ങനെ ഇവിടെ എത്തിയ നമ്മൾ ഒട്ടകം ഗോപാലിന് ഒരു കാര്യം മനസ്സിലായി, ഈ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് എന്തായാലും ഗോപാലിന് കിട്ടൂല. അങ്ങനെ കെട്ടിവെച്ച കാശ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒട്ടകം ഗോപാലൻ ഇതുപോലെ പച്ച വർഗീയത പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത്. ഇനി നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടി കേട്ടാ, ഇതുപോലെ പച്ച വർഗീയത പറഞ്ഞിട്ടില്ല സ്ഥാനാർത്ഥിത്വമില്ല അത് പോയി കിട്ടും. ഇനി വിജയിച്ചു കഴിഞ്ഞാലുണ്ടല്ല MLA സ്ഥാനം പോലും ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് പോയി കിട്ടും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഡാൻസർ ഗോപാലട്ടൻ ഏതായാലും MLA ആവൂല, അതുകൊണ്ട് MLA സ്ഥാനം പോയി കിട്ടില്ല. മിക്കവാറും ഈ സ്ഥാനാർത്ഥിത്വം ഉണ്ടല്ല അതെന്തായാലും പോയി കിട്ടും. എന്തായാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്ത ഒന്ന് കണ്ടിട്ട് വന്നാലോ. എന്നെ ഗുരുവായൂരപ്പൻ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം. നമസ്കാരം. വീഡിയോ നന്നായിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാവർക്കും ബാധകമാണ്. ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചേർന്ന് ചർച്ച ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന ഒരു ഡോക്യുമെന്റാണ്. ഏതാണ്ട് ഒരു 300 പേജിനടുത്ത് വരുന്ന ഒരു ഡോക്യുമെന്റാണ്.
ഈ ഡോക്യുമെന്റിന്റെ ഒരു ഭാഗത്ത് ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് ഒരു തലക്കെട്ടുണ്ട്. അതിൽ തന്നെ ഡോൺസ് അഥവാ ചെയ്തുകൂടാത്ത കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ 22 പോയിന്റ്സ് ആണ് അതിൽ പറയുന്നത്. അതിൽ പല പോയിന്റ്സുമായിട്ടും പല നിർദ്ദേശങ്ങളുമായിട്ടും ഈ വീഡിയോ കൊണ്ട് പൊരുത്തപ്പെടുന്നില്ല. ഉദാഹരണത്തിന് 9ാമത്തെ നിർദ്ദേശം പരിശോധിക്കുകയാണെങ്കിൽ ടെമ്പിൾസ് അഥവാ അമ്പലങ്ങൾ, ചർച്ചസ്, ക്രിസ്ത്യൻ പള്ളികൾ, മോസ്ക്, മുസ്ലിം പള്ളികൾ, ഗുരുദ്വാരകൾ തുടങ്ങിയ ആരാധനാലയങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അതിൽ പറയുന്നത്. അതായത് പാട്ടുവയ്ക്കൽ, പോസ്റ്റർ ഒട്ടിക്കൽ, മറ്റു തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ പാടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണോ ഗുരുവായൂർ? എന്തുകൊണ്ടൊരു ഹിന്ദു എം എൽ എ ഇല്ല? അതൊന്ന്. ഇനി അതിൽ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം 5ാമത്തെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അതായത് വോട്ടർമാരുടെ മതം, ജാതി ഇതൊന്നും പറഞ്ഞുകൊണ്ട് വോട്ട് തേടരുത്. ഈ വീഡിയോ വളരെ ഓപ്പൺ ആയിട്ടാണ് മതം പറഞ്ഞുകൊണ്ട് പിന്തുണ അഭ്യർത്ഥിക്കുന്നത്. ഇനി 6ാമത്തെ നിർദ്ദേശം കൂടി ഓർമ്മിപ്പിക്കാം. അതിൽ പറയുന്നത് വ്യത്യസ്ത മത, ജാതി വിഭാഗങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണമോ പ്രവർത്തികളോ പാടില്ല. പെരുമാറ്റച്ചട്ടത്തിൽ മാത്രമല്ല, ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 123ാം വകുപ്പ് അനുസരിച്ച് വിലക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ മതവും മതചിഹ്നങ്ങളും ഉപയോഗിച്ചിട്ടുള്ള വോട്ട് അഭ്യർത്ഥന. അങ്ങനെ ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് പോലും അസാധുവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഇനി ഈ വീഡിയോ ഒന്നുകൂടി കണ്ടു. ഒരു ഹിന്ദു എം എൽ എ ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണോ ഗുരുവായൂർ? എന്തുകൊണ്ടൊരു ഹിന്ദു എം എൽ എ ഇല്ല? ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ സ്ഥാനാർത്ഥിക്കോ മാത്രം ബാധകമായ ഒന്നല്ല. എല്ലാ പാർട്ടികൾക്കും പ്രവർത്തകർക്കും അത് ബാധകമാണ്. ഇതുപോലെ തെളിച്ചു പറഞ്ഞാലോ ഒഴിഞ്ഞു ചെയ്താലോ അത് ലംഘിക്കുന്നത് കുറ്റകരം തന്നെയാണ്. സംഭവം എല്ലാരും കേട്ടില്ല. നേരായ വഴിക്ക്, നമ്മളെ നിയമമില്ല, നേരായ വഴിക്ക് പോയി കഴിഞ്ഞില് നമ്മൾ ഒട്ടകം ഗോപാലന്റെ സ്ഥാനാർത്ഥിത്വം ഉദാഗവ ഗവാഗുദ. അപ്പൊ മിക്കവാറും നമ്മുടെ ഡാൻസർ ഗോപാലൻ ഈ ഇലക്ഷനും BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അവരുടെ കലാശക്കൊട്ടിന് ഡാൻസ് കളിക്കാനുള്ള ഉപകരണം മാത്രമാകും. അതായത് നമ്മുടെ ഒട്ടകം ഗോപാലട്ടൻ വീണ്ടും ഡാൻസർ ഗോപാലട്ടനാകും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവന്മാരെ കുറ്റം പറ്റൊന്നും കാര്യമില്ല. കാരണം ഇവന്മാരുണ്ടല്ല, മനുഷ്യന്മാരുടെ പ്രശ്നങ്ങളും മനുഷ്യന്മാരുടെ വിഷമങ്ങളില്ലേ, അതൊന്നും പറഞ്ഞിട്ട് ഒരിക്കലും വോട്ട് പിടിച്ചിട്ടില്ല. കാരണം ഇവന്മാർക്കുണ്ടല്ല മനുഷ്യന്മാരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും പറയാൻ പറ്റില്ല. എവിടെയാണ് സമയം? മൊത്ത സമയം കിട്ടുന്ന സമയം മൊത്തം ഉണ്ടല്ല പച്ച വർഗീയത പറയാനല്ലേ സമയമുള്ളൂ. അത് മാത്രമല്ല ഇവന്മാർക്കുണ്ടല്ല ദൈവങ്ങളെ രക്ഷിക്കാനും പിന്നെ പശുവുമാനെ രക്ഷിക്കാനില്ലാന്ന് സമയമുള്ളത്. ലോകത്ത് എവിടെയെങ്കിലും ദൈവത്തിനെ രക്ഷിക്കാൻ ആരെങ്കിലും ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് സംഘികള് മാത്രമായിരിക്കും. സാധാരണ ദൈവമാണ് മനുഷ്യന്മാരെല്ലാം രക്ഷിക്കുന്നത്. പക്ഷെ സംഘിയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. എന്തായാലും ഇതേ പോക്കാണെങ്കിൽ ഇലക്ഷന് മുന്നേ നമ്മൾ ഒട്ടകം ഗോപാലാണ് കൊടുക്കാനുള്ളത് ഗുരുവായൂരപ്പൻ തന്നെ കൊടുക്കും. അതായത് ഇതേ പോക്കാണെങ്കിൽ ഇലക്ഷന് മുന്നേ ഗുരുവായൂരപ്പൻ ഉണ്ടല്ല നമ്മൾ ഒട്ടകം ഗോപാലാട്ടനെ ഗുരുവായൂരിന്ന് കണ്ടപടി ഓടിക്കും. അപ്പൊ എന്തായാലും ഇലക്ഷന് മുന്നേ പൊട്ടിയ നമ്മളെ ഒട്ടകം ഗോപാലാട്ടനും ഡാൻസർ ഗോപാലാട്ടനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല.